നമസ്കാരം, ഞാൻ ഡോക്ടർ കോശി പണിക്കർ, കൺസൾട്ടൻറ്റ് ജനറൽ സർജൻ, SUT ഹോസ്പിറ്റൽ, പട്ടം, ട്രിവാൻഡ്രം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഡയബറ്റിസ് കാരണം ഡയബറ്റിക് ഫുഡ് അൾസേഴ്സ് ഉണ്ടാകുന്നതിനെക്കുറിച്ചും അതിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാവുന്നതിനെക്കുറിച്ചും അതിൻ്റെ ആദ്യ സ്റ്റേജസും അത് എങ്ങനെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ലഘു സംഭാഷണമാണ്. ഡയബറ്റിസ് എന്നുള്ള ഒരു രോഗം നമ്മുടെ ഇന്ത്യയിൽ വളരെയധികം കൂടുതലാണ്. ചെറുപ്പത്തിൽ തൊട്ട് ഉള്ള ആൾക്കാരുണ്ട് ഡയബറ്റീസിന്. അപ്പോൾ ഡയബറ്റീസ് വന്ന് ഒരു 3-4 വർഷം കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ കോംപ്ലിക്കേഷൻസിലേക്ക് നമ്മുടെ ശരീരം നമ്മളെ കൊണ്ടെത്തിക്കുക. അതായത് ന്യൂറോപ്പതി, റെറ്റിനോപ്പതി, അങ്ങനെയുള്ള സംഭവങ്ങൾ. നമ്മളിന്ന് പറയാൻ പോകുന്നത് ന്യൂറോപ്പതി കുറിച്ചാണ്. ന്യൂറോപ്പതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാലിലേക്കുള്ള നെർവ് എൻഡിങ്സ് ഡാമേജ് ആവുകയും നമ്മുടെ മോട്ടോർ സെൻസറി നെർവുകളെ ബാധിക്കുകയും, അതായത് മസിലിൻ്റെ പേശിയുടെ വലിപ്പം കുറയുകയും അല്ലെങ്കിൽ അതിനൊരു അട്രോഫി സംഭവിക്കുകയും, പിന്നെ നമ്മുടെ സെൻസേഷൻ, അതായത് നമുക്ക് ജന്മനാൽ കിട്ടിയിട്ടുള്ള വേദന അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനെ ഒരു മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വേദന വന്നാൽ തിരിച്ചറിയാവുന്ന ശേഷി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് ഈ ഡയബറ്റീസിൻ്റെ ന്യൂറോപ്പതിയെ കൊണ്ട് ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് ആർക്ക് എപ്പോൾ വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡയബറ്റീസ് വന്ന് ഒരു 4 to 5 ഇയേഴ്സ് ആകുമ്പോൾ തന്നെ നമ്മൾ കാലുകളെ ശ്രദ്ധിച്ച് തുടങ്ങണം. അതായത് നമ്മുടെ മുഖത്തേക്കാൾ കാലാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു ഗ്രൂപ്പ് ആൾക്കാർ. കാരണം ഇതിനകത്ത് ഈ മസിലിൻ്റെ അട്രോഫി കാരണവും അല്ലെന്നുണ്ടെങ്കിൽ ഈ സെൻസേഷൻ്റെ കുറവ് കാരണവും അവർക്ക് കാലിൽ അതായത് നമുക്ക് ശരീരം തന്നെ മോയ്സ്ചറൈസ് ചെയ്യുന്ന ആ ഒരു എഫക്റ്റ് പോവുകയും കാല് വേർക്കാതിരിക്കുകയും കാല് ഡ്രൈ ആവുകയും, ആ ഡ്രൈ ആവുന്ന കാലിൽ നമ്മൾ ചൊറിയുകയും അവിടെ മുറിവുണ്ടാവുകയും അങ്ങനെ ഒരു അൾസർ ആവുന്ന ഒരു സ്റ്റേജ് ഉണ്ടാവാം. അതല്ലാതെ ലോസ് ഓഫ് സെൻസേഷൻ കാരണം കാലിൻ്റെ പാദത്തിൽ എന്തെങ്കിലും ഒരു മുറിവുണ്ടായാൽ വേദന ഒന്നും അനുഭവപ്പെടാതെ കുറച്ച് നാളുകൾ കഴിഞ്ഞ് ഒരു ദുർഗന്ധം വമിക്കുന്ന ഒരു അൾസർ ആവുമ്പോൾ തിരിച്ചറിയുന്ന ആൾക്കാരും നമുക്ക് കാണാറുണ്ട്. പക്ഷേ നമ്മളിതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡെയിലി കാല് എക്സാമിൻ ചെയ്യുക. നമ്മളാൽ തന്നെ എക്സാമിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ പാർട്ട്ണർ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ ഫാമിലി മെമ്പേഴ്സിനെ കൊണ്ട് നമ്മൾ ഡെയിലി വിരലിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ മോയ്സ്ചർ കാരണം വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഉണ്ടോ എന്നുള്ളത് നോക്കണം. പിന്നെ കാലിൻ്റെ അടിവശത്ത് എന്തെങ്കിലും മുറിവുകളോ അല്ലെന്നുണ്ടെങ്കിൽ തഴമ്പുകളാണ് ഇതിൻ്റെ ആദ്യ ലക്ഷണം. നമ്മളുടെ ആ ഒരു ലോസ് ഓഫ് സെൻസേഷൻ കാരണം നമ്മളുടെ കാലിലെ ആ ഒരു ബയോമെക്കാനിക്കൽ ഫോഴ്സ് മാറുകയും ഒരു സൈഡിലേക്ക് അല്ലെങ്കിൽ ചില നിശ്ചിത പോയിന്റിലേക്ക് നമ്മുടെ ഭാരം മൊത്തവും വന്ന് അവിടെ ഒരു ഉണ്ടാവുകയാണ് ആദ്യത്തെ സ്റ്റേജ്. ആ തഴമ്പിൻ്റെ നമ്മൾ ആദ്യമേ തന്നെ ചികിത്സ തേടി അല്ലെങ്കിൽ അത് കണ്ടുപിടിച്ച് അതിനുള്ള ചികിത്സ ചെയ്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള പ്രഷർ കാരണം അതിൻ്റെ അടിയിൽ ചെറിയ ഈ ഹെമറേജ്, അതായത് രക്തസ്രാവം ഉണ്ടാവുകയും അതിനകത്തൊരു ഇൻഫെക്ഷൻ വരികയും പിന്നീട് അത് ഒരു അൾസർ, അതായത് ഉണങ്ങാൻ പറ്റാത്ത രീതിയിലുള്ളൊരു കുഴി പോലത്തെ അൾസർ ആവുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡയബറ്റീസ് ഡയഗ്നോസ്ഡ് ആയിട്ടുള്ള ആൾക്കാരിൽ ഒരു 5 ഇയേഴ്സ് കഴിയുമ്പോഴത്തേക്ക് എവറി ഇയർലി ഒരു പോഡിയാട്രിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഫുഡിനെ സംരക്ഷിക്കുന്ന ഡോക്ടർ, അതാണ് പോഡിയാട്രിസ്റ്റ് എന്ന് പറയുന്നത്, അവരെ കണ്ട് നമ്മുടെ കാലിൻ്റെ സെൻസേഷൻ്റെ എത്രത്തോളം നമുക്ക് സെൻസേഷൻ ഉണ്ട് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കാലിന് എത്രത്തോളം പ്രശ്നങ്ങളുണ്ട്, കാലിലിങ്ങനെ കാലസ്, അതായത് തഴമ്പുകൾ എന്തെങ്കിലും ഉണ്ടോ, ആ തഴമ്പുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൃത്യസമയം അത് അതായത് അത് ഡിബ്രൈഡ് ചെയ്ത്, അത് OP പ്രൊസീജിയറാണ്, ഡിബ്രൈഡ് ചെയ്ത് അവിടെ ഓയിൻമെൻറ്റ്സ് ഇടുക. പിന്നെ കസ്റ്റമൈസ്ഡ് ഫുട്വെയർ, അതായത് അവരുടെ കാലിന് അവരുടെ ആ വെയ്റ്റ് ബെയറിങ് അത് നോക്കി അത് സ്കാൻ ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത് പ്രഷർ പോയിൻറ്റ്സ് നോക്കി നമ്മളൊരു സ്കാനിങ് ചെയ്തിട്ട് ഒരു ഫുട്വെയർ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്.
ആ ഫുട്വെയർ ഉപയോഗിക്കുന്ന ഇതിൽ നമുക്ക് അൾസറുകൾ വരാതെ പ്രതിരോധിക്കുകയും നമുക്ക് മുന്നോട്ട് പോവുകയും ചെയ്യാം. അതൊരു ഇയർലി ബേസിസിൽ ഒരു പോഡിയാട്രിസ്റ്റ് സേവനം എടുക്കുകയും 6 മാസത്തിലൊരിക്കൽ പെഡിക്യൂർ അങ്ങനത്തെ നല്ല സെൻറ്ററിൽ പോയി ചെയ്യുകയും നെയിൽ കെയർ അല്ലെങ്കിൽ ഫുഡ് കെയർ ചെയ്യുകയും ചെയ്യേണ്ടതാണ്. നമുക്ക് ഇതെല്ലാം ഇത് നെഗ്ലക്റ്റ് ചെയ്ത്, അതായത് ചെറിയ മുറിവല്ലേ അത് ഉണങ്ങിക്കോളും എന്നുള്ള ഒരു തോന്നൽ ഡയബറ്റീസുകാർക്ക് ഉണ്ടാവരുത്. അത് ഡോക്ടറിനെ കണ്ട് കൃത്യമായി ചികിത്സിച്ചില്ലെങ്കിൽ അത് പിന്നെ സെല്ലുലൈറ്റിസ് ആവുകയും പിന്നെ അത് നമുക്ക് ഭാവിയിൽ വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നതാണ്. കാരണം നമ്മുടെ ഇന്ത്യയിൽ ഡയബറ്റീസ് കാരണം ആംപ്യൂട്ടേഷൻസ് ഒരുപാട് കൂടുതലാണ്. ഇതെല്ലാം നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ആംപ്യൂട്ടേഷൻസാണ്, കറക്റ്റ് ടൈമിൽ നമ്മളത് നോക്കി അതിൻ്റെ ചികിത്സ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ആ ഒരു ചെറിയ ഒരു തഴമ്പ് വന്ന് അത് ഇത്രയും ഒരു ഡ്രെഡഡ് കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നത് വരെ വെയിറ്റ് ചെയ്യാതെ കൃത്യസമയത്ത് തന്നെ നമ്മുടെ ഹോസ്പിറ്റലിൽ ഡോക്ടറിനെ കണ്ട് നിങ്ങളുടെ മെഡിസിൻ ഡോക്ടറിനെ കാണുക, അല്ലെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ റെഫർ ചെയ്ത് ഒരു പോഡിയാട്രിസ്റ്റ് അല്ലെങ്കിൽ ജനറൽ സർജനെ കണ്ട് അത് റെഡിയാക്കി അത് ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നമ്മളതിന് ഉത്തരം പറയുന്നതായിരിക്കും. പോഡിയാട്രിസ്റ്റ് സേവനം നമ്മുടെ ഹോസ്പിറ്റലിൽ അവൈലബിൾ ആണ്. താങ്ക് യു.